പി.വി. അൻവർ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ CPM-നെതിരായി യുദ്ധം ആരംഭിക്കുന്നത് മലപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് സുജിത് ദാസിനെതിരെയായിട്ട് ഒരു കസേര വലിച്ചിട്ടുകൊണ്ട് തുടങ്ങിയിടത്താണ്. പക്ഷെ നമുക്കറിയാം രാജഗോപാൽ സാർ, ഇപ്പോൾ ഇതാ പി.വി. അൻവറിന് എവിടെയും കസേരയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടുന്ന് സുജിത് ദാസിൽ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊക്കെ പോകുന്നത് നമ്മുടെ ADGP അജിത് കുമാറിലേക്കായിരുന്നു. അതിനുശേഷം അവിടുന്ന് നേരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയിലേക്ക് നീളുന്നു. അവിടെ നിന്ന് MLA സ്ഥാനം രാജിവെക്കുന്നു. അങ്ങനെ ഇതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ പല വഴി നോക്കി ആരും സ്ഥാനാർത്ഥിയാക്കുന്നില്ല, ഒരു പാർട്ടിയും സ്വീകരിക്കുന്നില്ല. ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നു, ശേഷം സ്ഥാനാർത്ഥിയാകുന്നു. ഇപ്പോഴിതാ എന്തായിരുന്നു തന്റെ ലക്ഷ്യം, ആരാണ് തന്റെ ടാർഗറ്റ് എന്ന തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ പി.വി. അൻവർ പരസ്യമാക്കുന്ന കാഴ്ച. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, രാജഗോപാൽ സാർ, തുടക്കം മുതലേ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും മകളിലേക്കും മരുമകൻ അതായത് മന്ത്രി മുഹമ്മദ് റിയാസിലേക്കും എത്താനുള്ള പി.വി. അൻവറിന്റെ ഒരു റൂട്ട് മാത്രമായിരുന്നില്ലേ സുജിത് ദാസും അജിത് കുമാറും ഒക്കെ? അങ്ങനെയാണ്, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇത്. നമ്മൾ ഒരിക്കലും ലക്ഷ്യം നമ്മുടെ എതിരാളി വളരെ ബലവാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്, അങ്ങനെ ഒരാളിനോട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ആണ് അദ്ദേഹം, അന്നും ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ആണ് അദ്ദേഹം. അദ്ദേഹം വളരെ സൂക്ഷിച്ച് സംസാരിക്കൂ. അതിനകത്ത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അത്തരത്തിലുള്ള ഒരു നല്ല തികഞ്ഞ, നമ്മൾ പറഞ്ഞിട്ട് പിന്നെ അവനവന്റെ ജീവനെ സ്വത്തിനെയും കുറിച്ചൊക്കെ വളരെ ഭീതിയുള്ള ആളുകളാണ്. വളരെ സൂക്ഷിച്ച് സംസാരിക്കുകയുള്ളൂ ഇത്തരം കാര്യങ്ങൾ. അത് തന്നെയാണ് അൻവർ ചെയ്തത്. അൻവറിന്റെ പറഞ്ഞിട്ട് സ്വത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ കക്കാടംപൊയിലെ അദ്ദേഹത്തിന്റെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ഈ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ട്. ഇത് അവിടുത്തെ ജലചൂഷണം നടത്തുന്നു, ഈ പാർക്ക് പൊളിക്കണം, ജനങ്ങളെതിരാണ്, കുടിവെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. ഇതിന്റെ പേരിൽ കേസ് നടക്കുന്നുണ്ട്, ഹൈക്കോടതിയിൽ ഒരുപാട് കേസ് നടക്കുന്നുണ്ട്. ഈ കേസിനകത്തില് പലതവണ കോടതി നിർദ്ദേശം കൊടുത്തിരുന്നു, ഇത് പൊളിക്കണം പൊളിക്കണം എന്നൊക്കെ പറഞ്ഞു. ഏതാണ്ട് ഒരു 10-15 തവണയും കൂടുതൽ കോടതി നിർദ്ദേശിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് പൊളിച്ചു മാറ്റിയിട്ടില്ല. പക്ഷേ ജനരോഷം ഭയന്നിട്ടും കോടതി നടപടികളിലുള്ള ഭയപ്പാട് കൊണ്ടും ഇനിയും സർക്കാരിനൊന്നും ചെയ്യാനില്ല, ഈ വിഷയത്തിൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല. അൻവറിനെ കൈവിടുകയേ മാർഗമുള്ളൂ ഈ പാർക്കിന്റെ കേസിൽ എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോഴാണ് ശരിക്കും അൻവർ സർക്കാരിനെതിരെ തിരിയാൻ തുടങ്ങിയത്. അതിനൊക്കെ മലപ്പുറം SP സുജിത് ദാസ് ഒരു നിമിത്തമായി. അതേപോലെ തന്നെയാണ് പിന്നെ ഈ ADGPയും അങ്ങനെ ഒരു നിമിത്തമായി പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും അൻവർ ഉണ്ടെന്നത് ഈ അദ്ദേഹത്തിന്റെ ഫൈനൽ ടാർഗറ്റ് തന്നെയായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ P. ശശി, പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയിലേക്ക് കടന്നത്. P. ശശിയിൽ നിന്നാണ് അവസാനം മുഖ്യമന്ത്രിയിലേക്ക് എത്തിയത്. ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരിലേക്ക് തന്നെ കൃത്യമായിട്ട് എത്തിയത്. എന്നിട്ടാണ് പിന്നെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ രാജിയൊക്കെ ഉണ്ടാകുന്നതും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന മലപ്പുറം ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. പക്ഷെ ഇപ്പോഴ് ഈ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ റോൾ എന്തായിരിക്കും? അപ്പൊ ഈ രാജിവെച്ച അന്ന് മുതൽ ഇദ്ദേഹം പറയുന്ന ഒരു വാക്ക്, ഞാൻ പിണറായിസത്തിനെതിരാണ്, ഞാൻ LDF-നെതിരാണെന്നല്ല അദ്ദേഹം പറയുന്നത്, ഞാൻ പിണറായിസത്തിനെതിരാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിനെ ഒരു കാൽക്കീഴിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്ന എന്നൊക്കെ അൻവർ പറയുന്ന മന്ത്രി, അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെതിരാണ്. അതേപോലെ തന്നെ SFIU അന്വേഷണം നേരിടുന്ന അദ്ദേഹത്തിന്റെ മകളുണ്ട്. ഇവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിഞ്ഞും ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴേ ഈ തെരഞ്ഞെടുപ്പ് വന്ന ശേഷം ചതുഷ്കോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. അൻവർ മത്സരിക്കുന്നുണ്ട്, അൻവർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. UDF-ന് സ്ഥാനാർത്ഥിയുണ്ട്, LDF-ന് സ്ഥാനാർത്ഥിയുണ്ട്, BJPക്കും NDA മുന്നണിക്കും സ്ഥാനാർത്ഥികളുണ്ട്. ഈ ഘട്ടത്തിൽ പോലും അൻവർ തന്റെ പോർമുഖം മാറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു സിംഗിൾ പോയിന്റിലേക്ക് തന്നെയാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് പുരാണത്തിലൊരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ദ്രോണാചാര്യര് അദ്ദേഹത്തിന്റെ മിടുക്കന്മാരായ ശിഷ്യൻ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്തി. പരീക്ഷണത്തിൽ പറഞ്ഞിരുന്നത്, ഒരു മരക്കൊമ്പില് ഒരു തത്തയെ കെട്ടിയിട്ടിട്ട് ഈ തത്തയെ നോക്കി അമ്പ് ചെയ്യുക. അപ്പൊ അമ്പ് ചെയ്യുന്നതിന് മുമ്പ് ദ്രോണാചാര്യരോട് പറയണം, നിങ്ങൾ ഇത് തത്തയുടെ ഏത് ഭാഗം കണ്ടു എന്നുള്ളത്. ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാം വന്ന് ചിലര് പറഞ്ഞു, ഞങ്ങൾ അതിന്റെ ചിറക് കണ്ടു, കാല് കണ്ടു, വാല് കണ്ടു എന്നൊക്കെ ഇങ്ങനെ ഓരോരോ വിവരണങ്ങൾ പറഞ്ഞു. അതൊന്നും ദ്രോണാചാര്യർക്ക് സ്വീകാര്യമായിരുന്നില്ല. അവസാനം അർജുനനെ വിളിച്ചു.
അർജുനൻ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഈ തത്തയെ കാണുന്നില്ല, പകരം അതിന്റെ കണ്ണ് മാത്രമാണ് കാണുന്നതെന്ന് പറഞ്ഞു. ദ്രോണാചാര്യർക്ക് മനസ്സിലായി ഇയാളാണ് ലോകത്തിലെ ഏറ്റവും വളരെ മിടുക്കന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും മിടുക്കൻ ഇയാളാണെന്നുള്ളത്. ദ്രോണൻ അവിടെ വെച്ച് പ്രഖ്യാപിക്കുക തന്നെയായിരുന്നു, പിന്നെ കാലം തെളിയിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ അൻവർ ഈ കണ്ണ് മാത്രം, പിണറായി വിജയൻ എന്നുള്ള കണ്ണ് മാത്രമേ അൻവർ കാണുന്നുള്ളൂ. ആ കണ്ണിലേക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഇപ്പുറത്ത് ചിറകടിച്ചുകൊണ്ടിരിക്കുന്ന സ്വരാജിനെ ഒന്നും അൻവർ നോക്കുന്നില്ല. അവര് സ്വരാജ് ചിറകടിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു മട്ടിലാണ്. ഇപ്പുറത്തെ കമ്പയിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന UDF-ന്റെ അരിയാടൻ ഷൗക്കത്ത്, അതിനെയും പുള്ളി നോക്കുന്നില്ല. NDA സ്ഥാനാർത്ഥിയെ തീരെ നോക്കുന്നില്ല. അവർക്ക് വോട്ട് കുറവുണ്ടായിരിക്കാം, തീരെ നോക്കുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു യുദ്ധം അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ച് അൻവറിന്റെ പ്രസ്താവന എന്ന് വന്ന് ശ്രദ്ധിച്ചായിരുന്നല്ലോ, രാവിലെ തന്നെ വന്നിരിക്കുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ മുറുക്കി കൊണ്ടുവന്ന ശേഷം ഇന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദം, പിണറായി വിജയൻ 2 തവണയായിട്ട് എങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയി എന്നുള്ളത് പഴയ ചരിത്രം, നമ്മൾ പറയത്തില്ല, ചരിത്രത്തിന്റെ മൂലകളിൽ നിന്ന് നാറിയതും നാറാത്തതുമായ ഒരുപാട് കഥകൾ കിടപ്പുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് ചവിട്ടിക്കൂട്ടലിന്റെയും ഒതുക്കലിന്റെയും വെട്ടിനിരത്തലിന്റെയും ഒക്കെ ഒത്തിരി കഥകൾ കിടപ്പുണ്ട്. അത്തരം ഒരുപാട് കഥകൾ, അതിനകത്ത് നല്ല കഥകളും ഉണ്ടാകും, നാറിയ കഥകളും ഉണ്ടാകും, ആളുകളെ വ്യക്തികളെ തേജോധം ചെയ്യുന്ന കഥകളും ഉണ്ടാകും. അത്തരത്തിലൊരു കഥയാണെന്ന് അദ്ദേഹം എടുത്തിട്ടത്. പിണറായി വിജയനോട്, മുഖ്യമന്ത്രിയോട് പറയുന്നത്, നിങ്ങളുടെ ഈ കസേര, ഈ മുഖ്യമന്ത്രി കസേര നിങ്ങൾ 10 വർഷമായിട്ടിരിക്കുന്നത്, ഇപ്പൊ 4-ാമത്തെ വർഷം, 14 വർഷമായിട്ട് തുടരുന്ന ഈ കസേര എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നതാണ്, അല്ലെ അദ്ദേഹത്തിന്റെ രക്തത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലപ്പുറത്തേക്ക് എന്ത് പറയാനാണ്? ഒരു നേതാവിനെ കുറിച്ച് ഇതിനപ്പുറത്തേക്ക് എന്ത് പറയാനാണ്? കാര്യം സത്യമാണ് കേട്ടോ, കാര്യം സത്യമാണ്. അൻവർ പറയുന്നതിനകത്ത് അന്ന് കുറച്ച് യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. 2011 തെരഞ്ഞെടുപ്പില്, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ പറയുന്നത് പോലെയാണ്, VS അച്യുതാനന്ദൻ സർവശക്തനായിരുന്നു. വളരെ കേരളം മുഴുവൻ നിറഞ്ഞു നിന്നൊരു വലിയ മാസ് ക്യാമ്പയിനർ ആയിരുന്നു. അത് CPM മാത്രമൊന്നും ആയിരുന്നില്ല, മറ്റ് നിഷ്പക്ഷരായിട്ടുള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ജനകീയമായ ഒത്തിരി പരിപാടികൾ ഉണ്ടായിരുന്നു. പ്രകൃതിക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഇതിനെതിരായിട്ട് ഒക്കെ ഒത്തിരി ക്യാമ്പയിൻസ് അദ്ദേഹം നടത്തിയിരുന്നു. അതിന്റെ ഒരു വലിയ ജനപിന്തുണയിലാണ് ആ മുന്നണി അന്ന് മത്സരിച്ച സമയത്ത് തീർച്ചയായിട്ടും LDF-നായിരിക്കും സാധ്യത എന്നാണ് എല്ലാ സർവേ റിപ്പോർട്ടുകളിലും ഒറ്റ സൂചന ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിയാണ് ഇപ്പുറത്ത് UDF-നെ നയിച്ചത്. പക്ഷേ അവസാനം വന്നത്, അതിന്റെ സ്കോർ വന്ന് അവസാനിച്ചത് UDF-ന് 71, അതായത് ജയിക്കാൻ വേണ്ടതിനെക്കാട്ടില് 1 സീറ്റ് കൂടുതൽ, LDF-ന് 68 സീറ്റ്, 2 സീറ്റിന്റെ കുറവിലാണ് അന്ന് LDF-ന് ഭരണം നഷ്ടപ്പെട്ടത്. അങ്ങനെ ഭരണം നഷ്ടപ്പെട്ടെങ്കിൽ പോലും അന്ന് LDF-നുണ്ടായിരുന്ന CPM-ന് ആയിരുന്നു ഏറ്റവും വലിയ കക്ഷി. അവരായിരുന്നു ഏറ്റവും വലിയ, 45ഓളം സീറ്റുകളോ മറ്റും അന്ന് CPM-നുണ്ടായിരുന്നു. ഭരണമുന്നണിയായ കോൺഗ്രസിന് 35 എങ്ങാണ്ടേ ഉണ്ടായിരുന്നു. ആ റേഞ്ചിലായിരുന്നു അവരുടെ കണക്കുകൾ. അപ്പൊ അന്ന് ഇവിടെ എന്തോ സംഭവിച്ചു. 2011 തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വരുമെന്നുള്ള ഉറപ്പായ നിൽക്കെ എന്തൊക്കെയോ കള്ളക്കളി രാഷ്ട്രീയത്തിൽ നടന്നു. അതാണ് അൻവർ വിളിച്ചു പറയുന്നത്. അന്നൊന്ന് വലിയ ആരോപണമായിരുന്നത്. ഒരു 4-5 സീറ്റുകൾ, 4-5 അല്ല, ഒരു 5-6 സീറ്റുകളിൽ, പിണറായി വിജയന് സ്വാധീനമുള്ള സീറ്റുകളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും എന്നാണ് പറയുന്നത്. ആരോപണമാണ് കേട്ടോ, സത്യം ആരോപണം വന്നതാണ്. അവര് സീറ്റ് മനഃപൂർവ്വം തോൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അവര് വിചാരിച്ചാൽ അവർക്ക് സാധിക്കും കേട്ടോ, അവരെ പാർട്ടിയുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സാധിക്കും. പക്ഷെ അങ്ങനെ ചെയ്തു കൊടുത്തുവെന്നും നമുക്കറിയത്തില്ല, പ്രത്യക്ഷമായിട്ട് തെളിയില്ല. പക്ഷെ വലിയ ആരോപണമായിരുന്നു. പ്രത്യേകിച്ച് അന്ന് സെൻട്രൽ ട്രാവൻകൂറില് VS-നോടൊപ്പം നിന്ന കുറച്ച് ജില്ലാ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. MM മണി നേതൃത്വം കൊടുക്കുന്ന ഇടുക്കി ജില്ലാ കമ്മിറ്റി, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി, കൊല്ലം, പത്തനംതിട്ട, ഇതൊക്കെ VS-ന്റെ അനുഭാവികളുടെ വളരെ ശക്തമായ താവളങ്ങളായിരുന്നു. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ തനി കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. അവരെ നമ്മൾ ലെനിനിസ്റ്റുകളെന്നോ സ്റ്റാലിനിസ്റ്റുകളെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകളെ കൊണ്ട് ഇനി ഒരു തവണയ്ക്ക് കേരളത്തിന്റെ ഭരണം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് കരുതുന്ന കുറച്ച് പുതുതലമുറ കമ്മ്യൂണിസ്റ്റുകൾ, അവരെ നിയോ കമ്മ്യൂണിസ്റ്റ് എന്നോ എന്തൊക്കെ വിശേഷിപ്പിക്കാം, പുതിയ തലമുറയിലെ കുറെ ആളുകൾ കയറി വന്ന ശേഷമാണ് ഇതിനകത്ത് ഈ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടായെന്നാണ് പറയുന്നത്. പഴയ നല്ല കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ വെട്ടിനിരത്തി, VS-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടിനിരത്തി
ഇങ്ങനെ പുതിയ കുറെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലേക്ക് വരികയും അവർക്ക് എങ്ങനെയെങ്കിലും പാർലമെന്ററി മോഹമായിരുന്നു, പാർട്ടി അല്ലായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാണ് അന്ന് ആരോപണം വന്നത്. അങ്ങനെയാണ് എം എം മണി ഇത് പക്ഷത്തുനിന്ന് ചാടുന്നു, വി എസ് പക്ഷത്തുനിന്ന് ചാടുന്നു, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പോകുന്നു, കൊല്ലം ജില്ലാ കമ്മിറ്റി പോകുന്നു, ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും അശക്തനാകുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ ഇത് സത്യമാണ് കേട്ടോ, ഇതിനകത്തിൽ ആരോപണമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി ഭരണത്തിൽ കയറുന്നത്. പിന്നീട് അതിനുശേഷം പിന്നെ അദ്ദേഹം 1-2 ബൈ ഇലക്ഷനിലും ഒരാളെ കാലുമാറ്റിയും ഒക്കെ എന്തായാലും കുറച്ചുകൂടെ സെക്യൂർഡായി സുരക്ഷിതമായിട്ട് ഭരിച്ചിട്ടാണ് ഭരണം അവസാനിക്കുന്നത്. അപ്പൊ കഥയാണ് ഇപ്പൊ അൻവർ എടുത്തിട്ടത്. അപ്പൊ അൻവർ പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയത് ഒരു ദാനം എന്നുള്ള മട്ടിലാണ്, അല്ലെങ്കിൽ കൊലപാതകം എന്നുള്ള ഈ പറഞ്ഞില്ലയോ ഒരു കൊലയ്ക്ക് തുല്യമായ രീതി നിങ്ങൾ ചെയ്തതാണ്, അങ്ങനെ ചെയ്ത് നേടിയെടുത്ത മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതാണ്. അപ്പൊ അത് പിന്നെ അതിനെക്കാട്ടിൽ രൂക്ഷമായ ആക്രമണമാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തുന്നത്. പിണറായി വിജയന്റെ പഴയ മലപ്പുറം മറ്റൊരു പത്രത്തിന് അഭിമുഖം കൊടുത്തത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ കള്ളക്കടത്തുകാരുടെയും മറ്റേ ജില്ലയാണ്. അവിടുത്തെ ആളുകൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെല്ലാം കള്ളക്കടത്തുകാരാണ്, അവരാണ് ഈ നാട്ടിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആരോപണം. അതും കുറെ നാളുകൾക്ക് മുമ്പ് വന്നതാണ്. അതെല്ലാം ഇപ്പൊ വീണ്ടും പൊടിതട്ടിയെടുക്കുകയാണ്. പൊടിതട്ടിയെടുത്ത ശേഷം വീണ്ടും അൻവർ കളം നിറയുകയാണ്. അപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയോ കുഞ്ഞാലിക്കുട്ടിയോ പിന്നെ മറ്റേ കക്ഷികളോ പിന്നെ ആര്യാടൻ ഷൗക്കത്തോ ഒന്നും അല്ല, അദ്ദേഹത്തിന്റെ മുന്നിൽ ഇതൊന്നുമില്ല. അവരെയൊക്കെ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അതേപോലെ തന്നെ നടത്തി സ്വരാജ് ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ എന്ത് വേണേ ചെയ്യട്ടെ, ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെങ്കിൽ അൻവറിന് അന്നേരം കുറച്ച് സംഭവങ്ങളൊക്കെ പറയുമായിരിക്കും, അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. പക്ഷെ പിണറായി വിജയനെ, അതാണ് പറയുന്നത്, പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പരമാവധി നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നാറ്റിക്കുക, പരമാവധി നാറ്റിക്കുക, അവർക്കെതിരെ പരമാവധി വിളിച്ചു പറയുക. ഇനിയൊരു ടേം, 3ാം ടേം മുന്നിൽ നിൽക്കുകയാണല്ലോ, ഇനി ഒരു ടേം അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ എന്നാൽ എന്തെല്ലാം കഴിയാമോ അതൊക്കെ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അൻവർ നീങ്ങുന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. എന്തായാലും പി വി അൻവറിന്റെ തുടക്കം മുതലേയുള്ള പി വി അൻവറിന്റെ ടാർഗറ്റ് എങ്ങോട്ടാണ് എന്ന് ഇതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായി മനസ്സിലാവുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ പരമാവധി പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ പോലും നടപ്പിലാക്കുന്നതെന്ന് വേണം കരുതാൻ. വളരെ മോശമായ രീതിയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ എങ്ങനെ എത്തി എന്നതിനെ പോലും അദ്ദേഹം പരാമർശിക്കുന്നത് വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.